നമസ്കാരം. രവീസ് വ്ളോഗിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിഷുക്കാലത്തിന് മുൻപ് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കണിക്കൊന്നയാണിത്. വിഷുവെല്ലാം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജിയെ അവഗണിച്ചുകൊണ്ടും അതിനെ മറികടന്നുകൊണ്ടും നമുക്ക് ഒരാൾക്കും ജനകീയനാകുവാൻ കഴിയില്ല എന്നതാണ്. സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തരും കാണിക്കണം. ഇത് ഒരു ഹൈബ്രിഡ് കണിക്കൊന്നയാണ്. ഈ ഹൈബ്രിഡ് കണിക്കൊന്ന എന്ന് പറയുന്നത് നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താം, അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ വളർത്താം. ഇതെല്ലാം തന്നെ ഇതിൻ്റെ മൊട്ടുകൾ പാകമാകുമ്പോൾ പറിച്ചെടുത്താൽ മുല്ലപ്പൂവിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ടെക്നോളജിയാണ് ഈ കണിക്കൊന്നയിൽ ഉള്ളത്. അതുകൊണ്ട് ഈ പുതിയ ടെക്നോളജികളെ നാം വളർത്തിയെടുക്കണം. ലോകത്തെ വികസിത നാടുകളിൽ നിന്നും അവർ വികസിപ്പിച്ചെടുത്ത ടെക്നോളജികൾ നാം അഡോപ്റ്റ് ചെയ്യണം. സമൂഹത്തെ അത് ഉപയോഗിക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരണം. അവരുടെ മനോഭാവത്തിൽ പുതിയ പുതിയ ചിന്തകൾ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ അവരുടെ നിലവാരത്തിൽ നിന്ന് താഴ്ന്നിറങ്ങാതെ അവരെക്കാൾ ഉയർന്ന ചിന്തയിലേക്ക് നമ്മുടെ നാടിൻ്റെ നേതാക്കന്മാർ ഉയരുമ്പോൾ തീർച്ചയായും പുതിയ ടെക്നോളജികൾ, പുതിയ തലമുറ ഈ നാട്ടിൽ നിന്നും മറുനാട്ടിലേക്ക് ചേക്കേറാതെ ഇവിടെ തന്നെ കഴിഞ്ഞു കൂടുന്നൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു പുതിയ സമീപനമാണ് ഹൈബ്രിഡ് കണിക്കൊന്ന. അതിൻ്റെ ചെടി നോക്കൂ. ഇതെല്ലാം നമുക്ക് ടെറസിൻ്റെ മുകളിൽ നടാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിന് ചെടി ഞങ്ങളോട് ആവശ്യപ്പെടാം. ഞങ്ങൾ തപാൽ മുഖേന കൊറിയറായി നിങ്ങൾക്ക് ഇതിൻ്റെ ചെടികൾ എത്തിച്ചു നൽകുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചെടികൾ നമുക്ക് എത്തിച്ചു തരാവുന്നതാണ്. ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി അതിവേഗ പാതയുണ്ടാക്കി അതിവേഗത്തിൽ പോകേണ്ടവർക്ക് അതിവേഗത്തിലെത്തുവാൻ വേണ്ടിയാണ് ആ റോഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ചില വാഹനങ്ങൾ നിയന്ത്രിക്കണം. ടിപ്പർ, ട്രാക്ടർ, JCB, ഓട്ടോറിക്ഷ, ബൈക്ക് തുടങ്ങിയ വാഹനങ്ങൾ നിയന്ത്രിക്കണം. അതെല്ലാം സൈഡ് റോഡ് വഴി പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ടെക്നോളജികൾ നമ്മുടെ സമൂഹത്തിൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും അത് ഉപയോഗിക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരുവാനും നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമുക്ക് കഴിയണം. അവരുടെ ചിന്തകൾ അതുപോലെ തന്നെയാണ് ഈ ഹൈബ്രിഡ് കണിക്കൊന്നയും. നമ്മുടെ ടെറസിൻ്റെ മുകളിലും നമ്മുടെ ചെടിയെ ചട്ടികളിലും വളർത്തി അവയെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ വിപ്ലവം, മുല്ലപ്പൂ വിപ്ലവം തന്നെ സൃഷ്ടിക്കാവുന്ന രീതിയിലേക്ക് മുല്ലപ്പൂവിൻ്റെ ലഭ്യതയും അതുപോലെ തന്നെ വിലക്കയറ്റവും തടഞ്ഞു നിർത്തുവാനുള്ള ഒരു പുതിയ ടെക്നോളജിയായി ഈ ഹൈബ്രിഡ് കണിക്കൊന്നയെ കണ്ടുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു